നമ്മളിൽ പലരും പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മളാരും അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മളിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലാവധി കഴിയുമ്പോൾ അടച്ചു പോകുന്ന പലിശ ഇരട്ടിയിലധികം പലിശ ഉണ്ട്. ആ പലിശ ഒഴിവാക്കാൻ പറ്റും. അതൊരു മാന്ത്രിക വിദ്യ തന്നെയാണ്. കാരണം ബാങ്കുകാർക്കും ഇതാ ഇഷ്ടം. നമ്മൾ 20 വർഷത്തേക്കൊക്കെ ലോൺ എടുക്കുന്നത് അത്രയും നാൾ പോയി കഴിയുമ്പോൾ അത്രയും പലിശ വരും. ബാങ്കുകാർക്കും സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇതൊഴിവാക്കാൻ ഒരു നുണുക്ക് വിദ്യയുണ്ട്. അതാണ് 1 എക്സ്ട്രാ EMI ഫോർമുല. നിങ്ങൾ ഒരു വർഷം കൃത്യമായി 12 എണ്ണം അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം കൂടെ അധികമായിട്ട്, അതായത് 13 എണ്ണം അടയ്ക്കുക. അത് അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ ഒന്നും പറയാതെയാണ് അടയ്ക്കുന്നതെങ്കിൽ അവർ അടുത്ത ഒരു പേയ്മെൻറ്റിൻ്റെ അഡ്വാൻസ് ആയിട്ട് കണക്കാക്കും. പക്ഷേ നമ്മളത് പ്രിൻസിപ്പൽ പ്രീപേയ്മെൻ്റ് ആണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ അടയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ലോണിൻ്റെ കാലാവധി 12 മുതൽ 20 വർഷത്തെ കാലാവധി 12 മുതൽ 14 വർഷം വരെ ആക്കി കുറയ്ക്കുവാനായിട്ട് പറ്റും. മറ്റൊരു വഴി, ഓരോ വർഷവും നിങ്ങളുടെ EMI 5% വെച്ച് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ ബാങ്കിൻ്റെ ലാഭം കുറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ആരും അത് പറയില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പകുതി കാലാവധിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് മാറാം. പിന്നെ മറ്റൊരു കാര്യം, മാർക്കറ്റിൽ പലിശ നിരക്ക് കുറയുമ്പോൾ ബാങ്കിൽ പോയിട്ട് നമ്മുടെ റേറ്റ് റീസെറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ആവശ്യപ്പെടണം. കാരണം നമ്മുടെ സിവിൽ സ്കോർ വളരെ നല്ലൊരു സ്കോറാണെന്നുണ്ടെങ്കിൽ നല്ല ഇളവുള്ള പലിശയിൽ നമുക്ക് മാറ്റങ്ങൾ കിട്ടും. നിങ്ങളുടെ ലോണിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ലോണുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുവാനോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. യെസ് എന്നോ നോ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരോ മെൻഷൻ ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യാനുള്ള വലിയൊരു സഹായമാവും. സോ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക 077 ആൻഡ് കമൻറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.